78ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കരുവാരകുണ്ടിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. നോവൽറ്റി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ടൗണിലും കിഴക്കത്തല GLP സ്കൂളിലും മുനീറുൽ ഇസ്ലാം മദ്രസയിലും ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. കിഴക്കത്തല നോവൽറ്റി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ വാർഡ് മെമ്പർ PC സുഫൈറ, പ്രതീക്ഷ ചാരിറ്റി മൂവ്മെന്റ് ചെയർമാൻ അയൂബ് മേലോടത്ത് എന്നിവർ ചേർന്ന് പതാകയുയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഹംസ സുബ്ഹാൻ, AK ഹംസക്കുട്ടി, നോവൽറ്റി ക്ലബ്ബ് പ്രസിഡന്റ് PC ബദർ, സെക്രട്ടറി നിസാർ അക്ഷയ, ആരിഫ് MK, TD ജോയി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ 78ാം സ്വാതന്ത്ര്യദിനാഘോഷത്തോട് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ആ സന്തോഷം അറിയിക്കുന്നു. 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മളെല്ലാം നമ്മുടെ നാട് പ്രത്യേകിച്ചും സങ്കടത്തിൻ്റെ കയത്തിൽ മുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിലും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ അഭിമാനം കൊള്ളുന്ന ആളുകളാണ് നമ്മളെല്ലാം. പ്രത്യേകിച്ചും ക്ലബ്ബുകൾ, യുവാക്കൾ ഈ രാജ്യത്ത് രംഗപ്രവേശനം ചെയ്യേണ്ടിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ അഖണ്ഡതയും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കാൻ ഇന്ന് രാജ്യത്ത് ആവശ്യമായിട്ടുള്ള യുവാക്കളുടെ ശക്തമായ പോരാട്ടവും ശക്തമായ കൂട്ടായ്മയും ശക്തമായ തേരോട്ടവുമാണ്. അതിന് എതിർനിൽക്കുന്ന ഭരണകൂട വ്യവസ്ഥിതികളെയും രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളെയും നാം തിരിച്ചറിയുകയും അതിനെതിരെ പ്രതികരിക്കാവുന്ന ഒരു മാനവിക രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്ത് ഒറ്റക്കെട്ടായിക്കൊണ്ട് പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത്. രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷം കൊണ്ടാടുകയാണ്. അതിൻ്റെ ഭാഗമായി നോവൽറ്റി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ പതാക ഉയർത്തി രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ക്ലബിൻ്റെയും മറ്റു ജനങ്ങളുടെയും ഒക്കെ ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വർഷത്തെ നമ്മുടെ സ്വാതന്ത്ര്യ ആഘോഷം എന്ന് പറയുന്നത് ഒരു വലിയ സങ്കടക്കണ്ണീരിലാണ്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ വയനാട്ടിൽ നൂറുകണക്കിന് നമ്മുടെ സഹോദരങ്ങൾ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് നമ്മോട് വിട പറഞ്ഞു. അനേകം മനുഷ്യരെ കാണാനില്ല. വലിയ ഒരു ദുരന്തത്തിൻ്റെ മുഖത്താണ്, വളരെ സങ്കടത്തോടെയാണ് ഈ വർഷം നമ്മൾ ആഘോഷിക്കുന്നത്. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വേദന തോന്നുന്ന നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തം, അതിനകത്ത് ജീവൻ നഷ്ടപ്പെട്ട, ജീവിതവും നഷ്ടപ്പെട്ട നൂറുകണക്കിന് പേരുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഇന്ന് നാം ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. കിഴക്കത്തല GLP സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പ്രധാനാധ്യാപിക ഡോളി ജേക്കബ് പതാകയുയർത്തി. വാർഡ് മെമ്പർ PC സുഫൈറ, അയൂബ് മേലോടത്ത്, PTA പ്രസിഡന്റ് ഇസ്മായിൽ കുണ്ടുകാവിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഇന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഇന്ന് നമ്മൾ 78ാം സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത്. നമ്മുടെ രാജ്യം സ്വതന്ത്രമായിട്ട് 77 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാറുണ്ട്. കുഞ്ഞു മക്കളായ നിങ്ങൾ കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. എല്ലാവരും എന്താണ്, ഓരോ ദേശീയ പതാക നമ്മൾ ഉയർത്തും. എല്ലാവരുടെയും കയ്യിൽ ഓരോ ദേശീയ പതാകയുടെ നിറത്തിലുള്ള കൊടികളും റിബണുകളും ഒക്കെ ആയിട്ട്, അതുപോലെയുള്ള വേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സ്കൂളിൽ എത്തും. നാട് തന്നെ ഇന്ന് ഇല്ല. ആ ദുഃഖം കൂടി നമുക്കില്ല ഇന്ന്, ഇല്ലേ? അപ്പൊ എല്ലാരും അവർക്കും കൂടിയൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ഇനി ഒരിക്കലും ഇതുപോലൊരു ദുരന്തം എവിടെയും ഇല്ലാതിരിക്കട്ടെ കേട്ടോ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണ്ടേ? 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സമയത്തും നമ്മുടെ നാടാകെ സങ്കടക്കയത്തിൽ മുങ്ങിത്താന്ന് കിടക്കുന്ന വയനാട് ദുരന്തത്തിന്റെ പേരിൽ ഒട്ടനവധി കുഞ്ഞുമക്കളും സ്കൂളുകൾ ഉൾപ്പെടെ എല്ലാം നശിച്ചുപോയ സങ്കടത്തിൽ നിൽക്കുന്ന ഈ സമയത്തും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം ആചരിക്കുന്നതും ആഘോഷിക്കുന്നതും. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ, നിങ്ങൾ ഇത്ര നേരം ഇരിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ എന്തോന്റെ ബുദ്ധിമുട്ട് അല്ലേ കുട്ടികൾക്ക്, അല്ലേ? ആ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ. അപ്പോൾ
നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്വാതന്ത്ര്യമില്ലാത്ത ഈ രാജ്യത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യമായി തന്ന രഥന്മാരൊക്കെ മരണം വരെ വരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ലഭിച്ചു? നമുക്ക് വേണ്ടി, നമ്മുടെ വരും തലമുറക്ക് വേണ്ടി അവർ ജീവത്യാഗം സഹിച്ചത് നല്ല ഒരു ഇന്ത്യക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പഠിച്ച സ്കൂൾ തന്നെയാണത്. ഇതിന്റെ തൊട്ട് താഴെയായിരുന്നു മാത്രം അന്ന് സ്കൂൾ. അതുകൊണ്ടാണ് ഈ സ്കൂളിനോടുള്ള കമ്മിറ്റ്മെന്റും എൻ്റെ കുട്ടികളായി നിങ്ങളെല്ലാവരും ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് നിങ്ങൾ അധ്യാപകരോടും രക്ഷകർത്താക്കളോടും നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ടീച്ചറോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഭക്ഷണ രീതിയെ കുറിച്ചൊക്കെ. അപ്പോൾ ഈ ഓഗസ്റ്റ് 15 മുതൽ അടുത്ത ഓഗസ്റ്റ് 15 വരെ എല്ലാ മാസവും ഒരു ദിവസം നിങ്ങൾക്ക് ലാവിഷായി ചിക്കൻ കറി എൻ്റെ വക ഉണ്ടാവും. അത് ഞാൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. എല്ലാ മാസവും ഒരു ദിവസം, 12 മാസം എടുക്കും. അടുത്ത ഓഗസ്റ്റ് 15 നമുക്ക് അടുത്തതിനെ കുറിച്ച് ആലോചിക്കാം. അന്ന് ഞാനുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. അപ്പൊ ഇത് നിങ്ങൾക്ക് ഞാൻ തരുന്നൊരു ഓഫറാണ്. അതുപോലെ തന്നെ കളിക്കാനോ പഠിക്കാനോ എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ധൈര്യമായിട്ട് പറയാം. എന്നെക്കൊണ്ട് കഴിവിന്റെ പരമാവധി എല്ലാം ഞാൻ ചെയ്തു തരും. കാരണം എൻ്റെ മക്കളാണ്, എൻ്റെ സ്കൂളാണ്, എൻ്റെ കുട്ടികളാണ്. അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. കിഴക്കേത്തല മുനീറുൽ ഇസ്ലാം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വി ഇമ്പിച്ചിക്കോയത്തങ്ങൾ പതാക ഉയർത്തി. നിസാർ അക്ഷയ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അബൂബക്കർ ഫൈസി, അഷ്റഫ് കുണ്ടുകാവിൽ, ഫാരിസ് MK, സുലൈമാൻ കൊങ്ങത്ത്, അബ്ദുള്ള KVK എന്നിവർ പ്രസംഗിച്ചു. 78ാമത് സ്വാതന്ത്ര്യ ദിനമാണ് നാം ആഘോഷിക്കുന്നത്. 1947 ആഗസ്റ്റ് 15-ാം തീയതിയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം സ്വതന്ത്രമായത്. നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാരുടെ പോരാട്ടത്തിൻ്റെ ഫലമായി ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യയെ രക്ഷിച്ച് ഇന്ത്യ മോചനം നൽകി. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഓരോ വർഷവും നമ്മുടെ ഇന്ത്യ രാജ്യം മുഴുവൻ ഇതുപോലെയുള്ള ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. നമ്മുടെ മുൻഗാമികളായ നേതാക്കന്മാർ വളരെയധികം ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഈ രൂപത്തിൽ നമുക്ക് സ്വാതന്ത്ര്യവും അതുപോലെ സ്വാതന്ത്ര്യ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കാൻ കഴിയുന്നത്. 3 പതിറ്റാണ്ടോളം ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ഒരു സന്തോഷ പുലരിയിലാണ് നാം എല്ലാവരും ഇന്നുള്ളത്. നമ്മൾ ഭാരതത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിച്ച് ഒരു നല്ല ഭാരതീയനായി തീരാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ഒരുപാട് പറയാനും ചരിത്രം പറഞ്ഞാൽ തീരാത്ത മനോഹാരിതയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ മതക്കാരും ഒരുമിച്ച് കൂടി ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ തോളോട് തോളിരുമ്പി നിന്നുകൊണ്ട് ഇന്ന് ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൂർവികരായ, പ്രത്യേകിച്ച് നമ്മുടെ മദ്രസ പാഠങ്ങളിലും മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഹിന്ദുക്കളും എല്ലാ മതക്കാരും ഒരുമിച്ച് നിന്ന ആ പോരാട്ടം കൊണ്ട് മാത്രമാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒട്ടേറെ മഹാന്മാരുടെ ജീവത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളിന്ന് ഈ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമ്മൾ നേടിയിട്ടുള്ളത്. അതിന് നമ്മുടെ ഈ മണ്ണായ കരുവാരകുണ്ട് പോലും ഒട്ടേറെ പങ്കാളിത്തം നേടിയിട്ടുണ്ട്. നമ്മുടെ കരുവാരകുണ്ടിലെ നമ്മുടെ പിതാമഹന്മാർ ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി, അന്ന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവത്യാഗവും അവരുടെ സ്വത്തും വീടും എല്ലാം ഇതിനുവേണ്ടി നഷ്ടപ്പെടുത്തിയ ഒരുപാട് മഹാന്മാർ നമ്മുടെ പൂർവികരായിട്ട് ഉണ്ട്. ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രിൻസിപ്പൽ സിസ്റ്റർ മേരിജ പതാക ഉയർത്തി. Dedication to make our country a better place for all. At last, on this special day, we must take a pledge and promise that we must work together to build a good nation. So we can hope for that. With this word, I would like to conclude. Thank you so much and happy Independence Day to all. ജയ ഭാരതാംബയ്ക്കു വന്ദനം, ജനകോടികൾക്കു
ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം ഓ ഹൃദയമേ ഹൃദയമേ ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം ഓ जय किसानो जय जवानो जय किसानो जय जवान जय किसानो जय जवानो जय किसानो जय जवान जय 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 देशम जय 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 भारतम मन स्नेह दूतुमान क्रिस्ത്യനും സമാധാനമോദി മുസൽമാനും ശാന്തി മന്ത്രമാൻ ഹിന്ദുവും മനസ്നേഹദൂതുമാൻ ക്രിസ്ത്യനും സമാധാനം ഭാരതമാതാവിൻ മടിയിൽ ചാനുറങ്ങിടാം വിവിധ ഭാഷവേഷത്തിൻ കീർത്തിയാർന്ന നാടേ ജയ 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 ജനനീ ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം ഓ അറിഞ്ഞോ, കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബിസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു. ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബിസ്മാർട്ട് അബാക്കസ് 9447164411.